ഡ്രൈ ഫിഷ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുശേഷം എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്രാവാണ്. സ്രാവും ഉപ്പ് കല്ലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മീനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി വെക്കുക. എന്നിട്ട് ഓരോ ലെയറിലും നമ്മൾ നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഇതുപോലെ തുളയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് മീൻ ഓരോ ലെയറായിട്ട് അടുക്കി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഉപ്പ് കല്ല് നന്നായിട്ട് വെതറി കൊടുക്കണം. ഇതുപോലെ തുളയുള്ള പാത്രം എടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മീനെല്ലാം അടുക്കി വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒരു ഭാരമുള്ള സാധനം എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് കൂടുതലുള്ള വെള്ളവും ഉപ്പും എല്ലാം ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതെല്ലാം കവർ ചെയ്ത് വെക്കുക. കവർ ചെയ്ത് വെച്ച് അതിൻ്റെ മേളിൽ നമ്മൾ എന്തെങ്കിലും കനമുള്ള സാധനം എടുത്ത് വെക്കണം. നമ്മുടെ അടുത്ത് ഭാരം വെക്കാനൊന്നുമില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചാലും മതിയാവും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഇതെടുത്ത് നമുക്ക് വെയിലത്ത് ഉണങ്ങാൻ വെക്കാം. മീൻ ഉണക്കുന്ന സമയത്ത് ഒത്തിരി ഉണങ്ങിപ്പോകരുത്. ഒത്തിരി ഹാർഡായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് നമുക്ക് വറുക്കുകയോ ചമ്മന്തിയാക്കുകയോ എന്ത് വേണം ചെയ്യാം. കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട ശേഷം വന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത ഈ മീൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കരിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഉണക്കമീൻ ചമ്മന്തി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ.